ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു സ്ഥലമാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഏത് സ്ഥലമാണെന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് നമ്മുടെ ഈ കേരളത്തിലെ തന്നെ ഞങ്ങളുടെ സ്വന്തം ജില്ലയായ ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേട് എന്ന് പറയുന്ന സ്ഥലമാണ്. കണ്ടോ, അതിൻ്റെ ബോർഡ് കണ്ടോ? നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അതെ, ഇടുക്കി ജില്ലയിലെ പീരുമേടിനടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് കേട്ടോ പാഞ്ചാലിമേട് എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2500 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പണ്ട് ഒരു ഐതിഹ്യമുണ്ട്. വനവാസകാലത്ത് പാണ്ഡവന്മാരും പാഞ്ചാലിയും ഒരുമിച്ച് ഇവിടെ താമസത്തിനെത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണത്രേ ഈ സ്ഥലത്തിന് പാഞ്ചാലിമേട് എന്ന പേര് വന്നത്. നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ല പച്ചപ്പാർന്ന കുന്നുകളും മലനിരകളും മഞ്ഞും, അതോടൊപ്പം പാഞ്ചാലിക്കുളവും ഭുവനേശ്വരി ക്ഷേത്രമൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളാണ്. ഇത് കണ്ടോ, ഇതൊക്കെ പണ്ട് കാലത്ത് പണി കഴിപ്പിച്ചതാണെന്ന് പറയപ്പെടുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. ഒരു രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെ സന്ദർശകർക്കുള്ള സമയമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഞാൻ ഐതിഹ്യത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഇവിടെ ഭീമൻ്റെ കാൽപ്പാടുകൾ കാണപ്പെടുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിനടുത്ത് ഒരു കുരിശുമലയുണ്ട്. ധാരാളം കുരിശുകൾ അത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. കുരിശുകളുടെ ഇത് വീഡിയോ ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ അതിന് മുമ്പായിട്ട് ചുമ്മാ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഒരു കുരിശുമലയും ഇവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കുരിശുമലയിൽ ധാരാളം ഈസ്റ്ററിൻ്റെ സമയത്ത്, ദുഃഖവെള്ളിയുടെ സമയത്തൊക്കെ ഒരുപാട് മതവിശ്വാസികൾ മല കയറാനായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ വളരെ കണ്ടിരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് പാഞ്ചാലിമേടെന്ന് പറയുന്നത്. ഒരു മതമൈത്രിയുടെ നല്ല ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കുരിശുമലയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു? നിങ്ങൾ കണ്ടോ, കുരിശുകൾ ഇതിൻ്റെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കുരിശുകൾ ആ കുരിശുമലയുടെ തൊട്ട് എതിർവശത്താണ് ഭുവനേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഒരു മതമൈത്രിയുടെ നല്ല ഉദാഹരണമാണെന്നിത് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇത് എന്നും ഇവിടെ വന്നാൽ നമുക്ക് ധാരാളം ഓർമ്മകൾ ഉണ്ടാകുന്നു. തണുത്ത കാറ്റാണ് ഇപ്പോഴും ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്. നല്ല തണുത്ത കാറ്റിലൂടെയുള്ള യാത്ര നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും എല്ലാവർക്കും. അപ്പം ധാരാളം കാര്യങ്ങൾ ഓർക്കാനും ഓർത്തിരിക്കാനും അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ കാണുവാനും ഒക്കെ നമുക്ക് ഏറ്റവും ഒരു ആകർഷണീയമായിട്ടുള്ളൊരു സ്ഥലമാണിവിടെ. പഞ്ചപാണ്ഡവരുടെ കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ പാഞ്ചാലിയുമായിട്ട് ബന്ധപ്പെട്ട പാഞ്ചാലിക്ക് കുളിക്കാനായിട്ട് ഇവിടെ ഒരു കുളം പാണ്ഡവന്മാർ നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്ന ഒരു കുളവും ഈ പാഞ്ചാലിമേട്ടിലുണ്ട്. പാഞ്ചാലിമേടെന്ന് പറയുന്ന സ്ഥലം ഈ ഐതിഹ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരുന്നത്. കുരിശുമലയുടെ അവിടെയുള്ള ചിത്രങ്ങളാണ്, വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. വീണ്ടും ബൈ. Mr. Fuzzy.